അപ്പോസ്തല ലേഖനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പോസ്തലന്മാരെങ്ങനെയാണ് സഭയുടെ ഫൗണ്ടേഷൻ ഇട്ടത് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ടാവാൻ കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. മറ്റ് എല്ലാ ലോകത്തിലുള്ള എല്ലാ ഉപദേശങ്ങളെക്കാളും വ്യത്യസ്തമാണ് ഈ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നീതിയും വിശുദ്ധിയും തേജസ്സും ഇതെല്ലാം എന്താണ് ഞാൻ ഈ പറയുന്നതും മറ്റും തമ്മിലുള്ള പൊതുവേ ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിനകത്ത് എല്ലാ മഹത്വവും ദൈവത്തിനാണ്. അതായത് ഉപദേശത്തിൻ്റെ, സുവിശേഷത്തിൻ്റെ, ലേഖനങ്ങളുടെ എല്ലാ ആകെത്തുക എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിൽ നമുക്ക് പറയാം, സോളി ഡിയോ ഗ്ലോറിയ, ദൈവമേ എല്ലാ മഹത്വവും അങ്ങയുടേത് മാത്രം എന്നുള്ളതാണ്. എന്നെ തിരഞ്ഞെടുത്തതിന്, എന്നോട് ക്ഷമിച്ചതിന്, എൻ്റെ പാപങ്ങളെ എടുത്തു കളഞ്ഞതിന്, എന്നെ ഓരോ ദിവസവും വിശുദ്ധീകരിക്കുന്നതിന്, തേജസ്സിൽ അവൻ്റെ മുമ്പിൽ നിർത്തുന്നതിന്, ഇതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ, പോൾ വാഷർ പറഞ്ഞതുപോലെ രക്ഷ എന്ന ഇക്വേഷൻ നടക്കാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സമവാക്യം. രക്ഷ എന്ന സമവാക്യം A² + B² + 2AB = A+B² ഒരു സമവാക്യമാണ്. അതിനകത്ത് ഞാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാപം, ഞാൻ ചെയ്ത പാപം, അത് മാത്രം ഞാൻ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി മുഴുവൻ കർത്താവിൻ്റെയാണ്. ഈ പാപം ഇല്ലായിരുന്നെങ്കിൽ ആ ഇക്വേഷൻ ഇല്ല, ശരിയല്ലേ? ഞാൻ ഈ പാപം ചെയ്തില്ലെങ്കിൽ ഈ രക്ഷയുടെ ഈ സമവാക്യം വരുന്നതേയില്ല. അപ്പോൾ ആ രക്ഷ മുഴുവൻ വന്നത് ഈ പാപം എന്നിലുള്ളതുകൊണ്ടാണ്. ആ പാപം അവിടെ വെച്ചു എന്നുള്ളതല്ലാതെ ഈ രക്ഷയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ കോൺട്രിബ്യൂഷനും ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പോൾ വാഷർ എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ എസൻസും. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, അവസാനം ചെല്ലുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ വണങ്ങുന്നതാണ്. ആ നമസ്കാരമാണ്, ആ ആരാധനയാണ് നമ്മുടെ രക്ഷയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രക്ഷ പൂർത്തിയാകുന്ന ആ ഒരു ആരാധനയുടെയാണ്, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു ആരാധനയാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അതിൻ്റെ തുടക്കവും ഒടുക്കവും അതിൻ്റെ ഓരോ ദിവസമുള്ള നടത്തിപ്പും ദൈവത്തിൻ്റെ കൃപയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഈ എന്താണ് നമ്മുടെ വിശ്വാസം എന്നതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. അതിൻ്റെ വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം പറയുന്നു, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നുവെന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. അപ്പോൾ പൗലോസ് പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഇത് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസിൻ്റെ ഏറ്റവും ഫൗണ്ടേഷനാണ്. റോമാലേഖനമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട ലേഖനം. റോമാലേഖനം പഠിച്ചിട്ട്, കൊരിന്തി ലേഖനം പഠിച്ചിട്ട്, ഗലാത്യ ലേഖനം പഠിച്ചിട്ട് ആ ഓർഡറിൽ തന്നെ പഠിക്കണം. കാരണം ഇതൊരു ലോങ്, നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട് മഹാഭാരതം സീരിയലൊക്കെ വരുമായിരുന്നല്ലോ ടി വിയിൽ, അല്ലേ? അതിൽ 10ാമത്തെ എപ്പിസോഡ് കണ്ടിട്ടാണോ 1ാമത്തെ എപ്പിസോഡ് ഉണ്ട്? എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. ഈ സീരിയലുകളൊക്കെ ഇങ്ങനെ വരില്ല. നിങ്ങളാരും കാണില്ലെന്ന് എനിക്കറിയാം, പക്ഷേ അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. 10ാമത്തെ കണ്ടിട്ട് 1ാമത്തെ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ചരിത്ര പുസ്തകം വായിച്ചാലും 2ാമത്തെ ഭാഗം വായിച്ചിട്ട് 1ാമത്തെ ഭാഗം വായിക്കാൻ പാടില്ല. തുടർച്ചയായിട്ട് പഠിക്കണം. റോമാലേഖനം മുതൽ അങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ യൂദായുടെ ലേഖനം വരെ ആയി കഴിയുമ്പോഴാണ് ഈ അപ്പോസ്തലിക ഉപദേശം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ഗ്രാസ്പ് നമുക്ക് കിട്ടുന്നത്. അവിടുന്ന് ഇവിടുന്നും ഓരോ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇന്ന് സങ്കീർത്തനം, നാളെ രാജാക്കന്മാരുടെ പുസ്തകം, ഇന്ന് അടുത്ത ദിവസം കിട്ടുന്നത്, നേരത്തെ ശശിമാർ പറഞ്ഞാൽ കിട്ടുന്നെടുത്ത് സോതോമിനെക്കുറിച്ചുള്ള, സോറിനെക്കുറിച്ചുള്ള പ്രവാചകം, തർശീഷ് കപ്പലുകളെ മുറയിടുവിൻ. മുറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്പോസ്തലിക ഉപദേശം ഒരിക്കലും മനസ്സിലാകത്തില്ല. അപ്പോൾ അപ്പോസ്തലിക ഉപദേശം മനസ്സിലാണെങ്കിൽ ആ അപ്പോസ്തലന്മാർ തുടർച്ചയായിട്ട് എഴുതി ഇങ്ങ് ഇട്ടിരിക്കുക കുറേ കാര്യങ്ങൾ. സഭകളെ പഠിക്ക്, റോമയിലെ സഭ ഇത് വായിക്ക്, കൊരിന്തിലെ സഭ ഇത് വായിക്കുക എന്ന് പറഞ്ഞ് സഭകൾക്ക് വായിക്കാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും മാത്രം. അപ്പോൾ ഈ സഭകൾ, ബാംഗ്ലൂരിലെ സഭയെ ഇത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നേക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് സഭ ആദ്യം വായിക്കണം, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്, അല്ലേ? സോറിനോടുള്ള പ്രവചനം അവർ വായിക്കട്ടെ, നമുക്കത് പിന്നെ വായിക്കാം. ആദ്യം നമുക്കുള്ളത് വായിക്കാം, എന്നിട്ട് സോറിനെ എങ്ങനെയാണ് ദൈവം നടത്തിയെന്നുള്ളത് പിന്നെ വായിച്ചാൽ പോരെ? ഏതാ അത്യാവശ്യം? നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കത്ത് ഞാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചേക്കുക, ഓരോരുത്തരുടെ കത്ത്, ഓരോരുത്തർക്ക് ഓരോ കത്ത് വെച്ചിരിക്കും. നിങ്ങൾ അയൽവക്കക്കാരുടെ കത്താണ് ആദ്യം വായിക്കേണ്ടത്, അവനവൻ എഴുതിയ കത്താണ് അവരവർക്ക് എഴുതി വായിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ അത് കിട്ടുവാണെങ്കിൽ എന്താ എഴുതിയത് എന്ന് ചോദിക്കാം, അല്ലേ? എന്നിട്ട് വേണം ഒന്ന് വായിക്കാൻ തരാമോ എന്ന് ചോദിച്ചു വേണം. പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് എന്തിനാ? നമ്മൾ. അതുകൊണ്ടാണ് ഈ സഭകൾക്ക് എഴുതിയ ദൂതാണ് ആദ്യം. അത് പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പഴയ നിയമം എന്താണെന്ന് ക്ലിയർ ആകുന്നത്. അപ്പോൾ പഴയ നിയമം വളരെ അപൂർവമാണ്, നമ്മൾ അത് തന്നെ വായിച്ചാൽ. എന്നാൽ പുതിയ നിയമം കൂടെ മനസ്സിലാക്കിയ ശേഷം അത് വായിച്ചു കഴിയുമ്പം അതിന് വേറൊരർത്ഥമാണ് വരുന്നത്. അപ്പോൾ
ഉദാഹരണത്തിന് ഹാബേലിനെ കായിൻ്റെ യാഗം. ഹാബേലിനെ കായിൻ്റെ യാഗം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഹാബേലും കായിന് യാഗം അർപ്പിച്ചു. ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവത്തിന് ഇഷ്ടമായി, കായിൻ്റെ ഇഷ്ടമായില്ല. കായിനെ ഇഷ്ടമായില്ല. കായിനിലും അവൻ്റെ യാഗത്തിൽ നിന്നല്ലേ? കായിനെ ഇഷ്ടമല്ലായിരുന്നു, കായിൻ്റെ യാഗം ഇഷ്ടമല്ലായിരുന്നു. ഹാബേലിനെ പണ്ടേ ഇഷ്ടമായിരുന്നു, എന്നിട്ട് ഹാബേലിൻ്റെ യാഗവും ഇഷ്ടപ്പെട്ടു. ചില ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ്, കായിൻ ആദ്യം ശരിയല്ലായിരുന്നു, ദൈവത്തിന് അറിയാമായിരുന്നു, അതുകൊണ്ട് കായിനെ വേണ്ടെന്ന് വെച്ചായിരുന്നു. പിന്നെ വേറെ ചില ആൾക്കാർ പറയുന്നത് രക്തം കണ്ടാലേ കർത്താവിന് സമാധാനമുള്ളൂ, അതുകൊണ്ട് ഹാബേൽ ഒരു ആടിനെ അർപ്പിച്ചു, അവിടെ രക്തം ഉണ്ടായിരുന്നു. മറ്റേത് പടവലങ്ങയും മത്തങ്ങയും അതിനകത്ത് രക്തമില്ലായിരുന്നു, അതുകൊണ്ട് രക്തത്താൽ മാത്രമേ വിമോചനമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഹാബേലിൻ്റെ യാഗത്തിൽ അർപ്പിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എബ്രായ ലേഖനം വായിക്കുമ്പോഴാണ് പറയുന്നത് വിശ്വാസത്താൽ ഹാബേൽ കായിൻ്റേതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു യാഗം കഴിച്ചു. അപ്പോൾ എന്തായിരുന്നു ഈ ഹാബേലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാബേലിൽ ദൈവം പ്രസാദിക്കാനുള്ള കാരണം എന്താണെന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, അവൻ വിശ്വാസത്താൽ കായിൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യാഗത്തിൻ്റെ ശ്രേഷ്ഠത തന്നെയായിരുന്നു. പക്ഷെ അത് രക്തമല്ലായിരുന്നു അതിൻ്റെ കാരണം, പിന്നെയോ വിശ്വാസമായിരുന്നു. അത് പുതിയ നിയമം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് രക്തം അവിടെ ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കായിനും ഹാബേലും പാപികളായിരുന്നുകൊണ്ടല്ലേ യാഗം അർപ്പിക്കേണ്ടി വന്നത്. ഹാബേൽ മര്യാദക്കാരനാണെന്ന് യാഗം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. തന്നില്ല, ഹാബേൽ ആട്ടിടയനും കായിൻ കൃഷിക്കാരനുമായിരുന്നു. കൃഷിക്കകത്ത് എവിടുത്തെ രക്തം? വല്ല ആണി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം വരികയല്ലാതെ അതിനകത്തെങ്കിലും രക്തമില്ല. അപ്പോൾ അവൻ യാഗം അർപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വന്തം പ്രോഡക്റ്റ് കൊണ്ടൊന്ന് യാഗം അർപ്പിക്കണമെങ്കിൽ കടയിൽ പോയി ആട് മേടിക്കാമെന്ന് വിചാരിച്ച കടയില്ല. ഹാബേലും കായിനുള്ളിടത്ത് എന്ത് കട? അപ്പോൾ അവനവൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ദൈവത്തിന് കൊടുക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഫെയ്ത്ത് എന്ന് പറയുന്നതായിരുന്നു അവിടുത്തെ ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ. അത് നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, വിശ്വാസത്താലാണ് ഹാബേൽ ശ്രേഷ്ഠമായ ഒരു യാഗം കഴിച്ചത്. ഈ പുതിയ നിയമം വായിച്ചിട്ട് പിന്നെയും പഴയ നിയമം വായിക്കുമ്പോഴാണ് ഈ പഴയ നിയമവും പുതിയ നിയമവും എല്ലാ വാക്യങ്ങളും ഒരേ കാര്യമാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ കൂടെയുള്ള വീണ്ടെടുപ്പിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. പഴയ നിയമം അത് തന്നെ പറയുന്നത്. ഈ ക്രിസ്തുവിൻ്റെ യാഗത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് പഴയ നിയമത്തിൽ ഓരോ വാക്യങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത്. ഇനി നോക്കിയേ, നോഹയുടെ കാര്യം പറഞ്ഞു നോക്കി. നോഹ നീതി പ്രസംഗിയാന്ന് പഴയ നിയമത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? നോഹ എന്തെങ്കിലും പ്രസംഗിച്ചതായിട്ടോ എവിടെയെങ്കിലും എഴുന്നേറ്റ് നിന്നായിട്ടോ പോലും പഴയ നിയമത്തിൽ എഴുതിയിട്ടില്ല. നോഹ എവിടാ നീതി പ്രസംഗിച്ചത്? നീതി എന്താണെന്ന് നോഹയ്ക്ക് അറിയാമോ? ന്യായപ്രമാണം ഉണ്ടോ? പിന്നെ എന്ത് നീതിയാണ് പ്രസംഗിച്ചത്? പുതിയ നിയമം വായിക്കുമ്പോഴാണ് പറയുന്നത് നോഹ ആരാണ്? നീതി പ്രസംഗിയായ നോഹ. എവിടെ നീതി പ്രസംഗിച്ചത്? ആദ്യമായിട്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും. അപ്പോൾ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ വിശ്വാസം നമ്മൾ കാണുന്ന നോഹയിലാണ്. ആ വിശ്വാസമാണ് നീതി. മഴ ആകാശത്ത് നിന്ന് വരും, അത്രയും പറഞ്ഞതേ അവൻ നീതിമാനായി, നീതി പ്രസംഗിയായി. ഞാനത് ആലോചിക്കുമായിരുന്നു. വെള്ളം ആകാശത്തു നിന്ന് വീഴും. പറഞ്ഞു പോയി പണി നോക്കും, വെള്ളം ആകാശത്ത് നിന്ന് വീഴും. നമ്മൾ വല്ല മലയിലും കയറി വെള്ളം താവോട്ട് ഒഴിക്കേണ്ടി വരും, ആരെല്ലാം പറഞ്ഞാണ്. അന്നേരം നോഹ പറഞ്ഞു അങ്ങനെയല്ല, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കും, മേഘങ്ങളിൽ നിന്ന് മുകളിൽ നിന്ന് വെള്ളം വരും. ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നോഹ പറഞ്ഞുകൊണ്ട് ഇടുന്നു. ഇപ്പോൾ പുതിയ നിയമത്തിൽ പറയാണ്, ഈ കാണാത്ത കാര്യം വിശ്വസിക്കുന്നതാണ് നീതി. ആ വിശ്വാസമാണ് നീതിയായിട്ട് കണക്കിടുന്നത്. അത് പറഞ്ഞുകൊണ്ട് നടന്ന് നോഹ നീതി പ്രസംഗിയായിട്ട് മാറി. ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരാളായിട്ട് മാറി. ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് പുതിയ നിയമത്തിൽ. അപ്പം പതുക്കെ പതുക്കെ വിശ്വാസം വളർന്ന് വളർന്ന് വരും നമുക്ക് കാണാം. എബ്രഹാമിൻ്റെ ലൈഫ് നോക്കുമ്പോഴേക്കോ, എന്നാൽ പിന്നെ ഹാബേലിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിച്ചേക്കാം എന്ന് കർത്താവ് പറഞ്ഞില്ല. നോഹയെ വിളിച്ചേക്കാന്ന് പറഞ്ഞില്ല, എബ്രഹാമിനെ വിളിച്ചേക്കാന്ന് പറഞ്ഞു. കാരണം എന്നറിയോ? എബ്രഹാമാണ് ആദ്യം പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന പഴയ നിയമ വിശുദ്ധൻ. റോമലേഖനം 4:17 പറയാണ്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ. എന്നിട്ട് അതിൻ്റെ അവസാനത്തെ 3 വാക്യം വായിച്ചു നോക്കിയാൽ, റോമലേഖനം 4 അവസാനത്തെ 3 വാക്യം. അല്ലല്ല 4 അവസാനത്തെ 3 വാക്യം. അവന് കണക്കിട്ടു. എന്ത് കണക്കിട്ടു? അവനെ വിചാരിച്ച് മാത്രമല്ല, അവന് നീതി കണക്കിട്ടു എന്ന് പറയുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആവുന്നു. കണ്ടോ? അപ്പം നമ്മുടെ വിശ്വാസം, അബ്രഹാമിൻ്റെ വിശ്വാസം ഒന്നായിരുന്നു. എന്തോ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ
മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടപ്പെടുവാനുള്ളത് തന്നെ. അപ്പം പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ് അവിടെ നീതിയായിട്ട് കണക്കിടുന്നത്. അപ്പം നമുക്ക് നീതി വരുന്ന എന്ത് വിശ്വാസത്താലാണ്? നമുക്ക് നീതി വരുന്നത് ആ വിശ്വാസത്താലല്ല, എന്നാൽ നീതീകരണം വരുന്നത് ആ വിശ്വാസത്താലാണ്. എന്താണ് നമ്മുടെ നീതീകരണം? നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ നോക്കിയിട്ട് പറയാണ്, ചേസ് നീ നീതിമാനാണ്. ഞാൻ പറയും ഞാനോ? അതെ, നീ നീതിമാനാണ്. എങ്ങനെ? അപ്പോൾ കർത്താവ് പറയും, നിന്റെ പാപങ്ങൾക്കായിട്ട് ഒരാൾ യാഗം കഴിച്ചിട്ടുണ്ട്. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുന്നതിന് മുമ്പ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം എൻ്റെ അടുത്തുനിന്നൊരു ഉത്തരം നേടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്നുള്ള ഒരൊറ്റ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ നീതിമാന്മാരായി മാറിയതെന്ന്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. ഇത്രയും വാക്യം. അപ്പം നമുക്കൊരു കാര്യം അറിയാം, യേശു കർത്താവ് ഒത്തിരി കരഞ്ഞ് നിലവിളിച്ച് പിതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. എന്താ പ്രാർത്ഥിച്ചതെന്നറിയോ? എന്താ പ്രാർത്ഥിച്ചത്? എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണേ, എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണേ എന്ന് ഉറച്ച നിലവിളിയോടും ഭയഭക്തിയോടും വിറയലോടും കരച്ചിലോടും കൂടി പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വായിച്ചത് 7, 8, 9 അല്ലേ? അപ്പോൾ 7-ന് മുമ്പുള്ള വാക്യം ഏതാ? 7-ന് മുമ്പ് എന്തുവാ? അല്ല പറ, 7-ന്റെ മുമ്പ് എന്തുവാ? 9-ന് ശേഷം എന്താ? ഓക്കെ, അപ്പോൾ നമുക്ക് 6ഉം 10ഉം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഒരു പാക്കേജ് ആയിട്ട് അത് കിട്ടും. 6 വായിച്ചു നോക്കിയേ. 10-ാം വാക്യം വായിച്ചേ. അപ്പം നിങ്ങൾ ഒരു 2 ബ്രെഡ് കൂട്ടി വെച്ചിട്ട് അതിന് നടുക്ക് എഗ്ഗോ മുട്ടയോ ഉള്ള സാൻഡ്വിച്ച് അല്ലേ, അല്ലെങ്കിൽ ജാമൊക്കെ വെച്ച് സാൻഡ്വിച്ച് ആക്കുന്നതെന്ന് സങ്കല്പിച്ച് നോക്കി. അപ്പം ഈ 2 പാളി ഒരുപോലെ ഇരിക്കത്തില്ലേ? ശോ, നിങ്ങൾ സാൻഡ്വിച്ച് കണ്ടിട്ടില്ല? അതായത് ബ്രെഡിൻ്റെ നടുക്ക് ജാം വെച്ചിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബ്രെഡ് ഒരുപോലെ ഇരിക്കില്ല, 2 സൈഡ് ഒരുപോലെ അല്ലേ? അപ്പോൾ 6ഉം 10ഉം ആ ബ്രെഡിൻ്റെ പീസാന്ന് വിചാരിച്ചോ. ഒന്നുപോലെ ഇരിക്കുന്നത് എന്തോ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള എന്നേക്കുമുള്ള പൗരോഹിത്യം. അതിന് നടുക്കുള്ള ഫില്ലിങ്സ് ആണ് ഈ 7, 8, 9. അത് മൊത്തത്തോടെയാണ് നമ്മൾ കഴിച്ചു നോക്കി. നടുക്കുള്ള എന്താണെന്ന് മനസ്സിലായോ? കർത്താവ് എന്തിനാണ് കരഞ്ഞത്? ഈ പുരോഹിതനായതുകൊണ്ടാണ് കരഞ്ഞത് അല്ലേ? 6-ലും 10-ലും അത് പറയേണ്ട കാര്യമില്ലല്ലോ. പുരോഹിതൻ എന്നുള്ള നിലയിലാണ് കർത്താവ് കരഞ്ഞത്. അപ്പം എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണേ എന്ന് പറഞ്ഞ് കർത്താവ് കരയുന്നത് അവൻ്റെ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ചില ആശാന്മാർ പറയുന്നത് കർത്താവ് പാപം ചെയ്ത് പേടിച്ച് തൃത്വം ഇല്ലാതായി പോകുന്നു പേടിച്ചിട്ട് കരഞ്ഞെന്നാണ്. ഇവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈമിനകത്ത് കർത്താവ് ഇറങ്ങി വന്നെങ്കിലും അവൻ നിത്യനായ ദൈവം തന്നെയാണ്. ഈ നിത്യനായ ദൈവത്തിന് ഇവിടെ വന്ന് പാപം ചെയ്യാൻ പറ്റില്ല. കാരണം നാളെയും പുത്രനുണ്ട് അവിടെ. ഈ നാളെ എന്ന് പറയുന്നതൊക്കെ ഓൾറെഡി കഴിഞ്ഞു പോയതാ. സ്വർഗത്തിൽ നോക്കി കഴിയുമ്പം ടൈം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ച് പുത്രൻ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ ദൈവം പുത്രൻ സ്വയം പാപം ചെയ്ത് പാപം മരണം സംഭവിച്ചു ഇല്ലാതായി പോകുമെന്ന് ഓർത്ത് കരഞ്ഞതാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഈ ബാംഗ്ലൂരുണ്ട്. ഞാൻ ചൂണ്ടിക്കാണിച്ച് തരത്തില്ല ഇപ്പം, പിന്നെ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ പറയാം. അപ്പോൾ ഈ എന്താണ് ഈ കരച്ചിലിൻ്റെ അടിസ്ഥാനം? എന്തിനാണ് കർത്താവ് ഇത്തരം കരഞ്ഞത്? ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ അത് നമുക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ഉറപ്പാണ്, അതിന് സംശയമില്ല. കാരണം പുരോഹിതൻ നമുക്ക് വേണ്ടിയാണല്ലോ മരിച്ചത്. ആണോ? അപ്പോൾ പിന്നെ ഇവരെ എല്ലാം രക്ഷിക്കണമെന്ന് പറയുന്നതിന് പകരം യേശു കർത്താവ് അവനെ മാത്രം രക്ഷിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ? എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ? തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആ ഒരു മനസ്സ് നിങ്ങൾ ആലോചിക്കുകയും, യേശു കർത്താവ് പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയും. വേറെടുത്ത് പറഞ്ഞു, എൻ്റെ ജീവൻ കളയാനും എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. അപ്പോൾ കർത്താവിന് ഈ മരിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് അങ്ങ് പോയാൽ പോരായിരുന്നു. എന്തിന് ഇത്രയും കിടന്ന് കരഞ്ഞ്?
എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണേ വിടുവിക്കണേ എന്ന് പറഞ്ഞ് യാഗം അർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞത് എന്തിനാണ്? കർത്താവ് തന്നെ മന്ദിരം പൊളിച്ചാൽ പിന്നെയും പണിയാൻ അധികാരമുള്ളവനും ജീവനെ വെച്ചു കൊടുത്താൽ എടുക്കാൻ അധികാരമുള്ളവനും അല്ലേ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ റോമാലേഖനം 4 അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിച്ചപ്പോൾ എന്താ പറഞ്ഞേ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടും നമ്മുടെ നീതീകരണത്തിനായി മരിച്ചവരുടെ നിന്ന് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്നവൻ. അപ്പൊ ആരാ എഴുന്നേൽപ്പിച്ചത്? തന്നെ എഴുന്നേറ്റ് പോകുമായിരുന്നോ അതോ പിതാവ് എഴുന്നേൽപ്പിക്കുമായിരുന്നോ? യേശു കർത്താവ് തന്നെ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയായിരുന്നോ അതോ പിതാവ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുമായിരുന്നോ? പക്ഷെ യേശുവിന് എഴുന്നേറ്റ് പോകാൻ കഴിയുമായിരുന്നു, പക്ഷെ പോയില്ല അല്ലേ? പിന്നെ എന്ത് ചെയ്തു? പിതാവിനോട് പറഞ്ഞു, നീ എന്നെ എഴുന്നേൽപ്പിക്കണം. അപ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു കാണും, പിതാവ് ഒരുപക്ഷെ പറഞ്ഞു കാണും, നമ്മൾ പറയാൻ പാടില്ല എങ്കിലും ചിന്തിക്കുക, നീ എഴുന്നേറ്റ് പോരെ, നിനക്ക് അധികാരം ഉണ്ടല്ലോ, എന്നോട് എന്തിനാ ചോദിക്കുന്നേ? അന്നേരം പുത്രൻ പറഞ്ഞാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, കുറേ എണ്ണം എൻ്റെ കൂടെ ഉണ്ട്. അപ്പം പറഞ്ഞു, ആരൊക്കെയാ? ചേസ്, ശശികുമാർ ബ്രദർ, ടോബി തോമസ്. ഇവന്മാരെ എങ്ങനെ കയറ്റും? ഞാൻ അവർക്ക് വേണ്ടി യാഗം കഴിക്കാൻ പോവാണ്, ഞാൻ അവർക്ക് വേണ്ടിയാണ് മരിക്കുന്നത്, നീ എന്നെ പുനരുത്ഥാനം ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ കഴിക്കുന്ന യാഗം നീ അംഗീകരിച്ചേ പറ്റുള്ളൂ. നീ അംഗീകരിക്കുന്നെങ്കിൽ നീ തന്നെ എഴുന്നേൽപ്പിച്ചാൽ നീ അംഗീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ തന്നെ എഴുന്നേറ്റ് പോയാൽ പിതാവിൻ്റെ അംഗീകാരം എന്ന് അവിടെ അർത്ഥമില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, നീ എന്നെ എഴുന്നേൽപ്പിച്ചേ പറ്റുള്ളൂ. അപ്പം ഇത്രയും കരച്ചിലൊന്നും പോരാ, കാരണം ഇവരെല്ലാം പോകണമെങ്കിൽ ഇത്രയും കരച്ചിൽ മതിയോ? അപ്പം ഇപ്പം ഞാൻ സ്വർഗത്തിൽ പോകാൻ എന്തുമാത്രം കരയണോ അത് മുഴുവൻ കർത്താവ് കരയണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാപത്തോടുള്ള ക്ഷമ മേടിക്കാൻ വേണ്ടി എനിക്ക് പകരം കർത്താവ് അവിടെ നിലവിളിച്ചു, അലറി വിളിച്ച് കരഞ്ഞു, ഉറച്ച നിലവിളിയോടെ അലറി വിളിച്ച് കരഞ്ഞു, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ആ യാഗം എനിക്ക് വേണ്ടി കർത്താവ് അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഏലിയാവിൻ്റെ യാഗത്തിൽ തീ ഇറങ്ങി കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ യാഗം അംഗീകരിച്ചിരിക്കുന്നു പറഞ്ഞ പോലെ ഈ യേശുക്രിസ്തു മരിച്ചപ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ ആർക്കെല്ലാം വേണ്ടി മരിച്ചോ ഈ യാഗത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവ് എന്നോട് പറയാണ്, നീ നീതിമാൻ എന്ന് എനിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു, അതുകൊണ്ട് നീ ആരാണ്? ഇതാണ് നമ്മുടെ നീതീകരണത്തിനായി. അപ്പോഴും നമ്മൾ നീതിമാന്മാരല്ല, പക്ഷെ ദൈവം നമ്മളെ നീതീകരിച്ചു. എന്തിന് നീതീകരിച്ചു? യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്തിനെ സൂചിപ്പിക്കുന്നു? നമുക്കുള്ള അവൻ്റെ യാഗത്തെ പിതാവ് അംഗീകരിച്ചു. അപ്പം ആരുടെയെല്ലാം ലിസ്റ്റ് പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തോ അതെല്ലാം പാസ്സായി. എത്രയൊക്കെ മനസ്സിലായത്? അപ്പം നമ്മുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന്. നമ്മുടെ പേരതിനകത്ത് ഉണ്ടായിരുന്നോ? എങ്ങനെ കണ്ടുപിടിക്കാം? കർത്താവ് കൊടുത്ത ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ലോകത്തുള്ള എല്ലാവരും ഇല്ല, ഉറപ്പാ. അങ്ങനെയാണ് എല്ലാവരും സ്വർഗത്തിൽ കണ്ടേനെ, ശരിയല്ലേ? ഇപ്പം ശശികുമാർ ബ്രദർ കടത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാനൊരു കഥയായിട്ട് പറയാം. ശശികുമാർ ബ്രദർ എൻ്റെ കയ്യിൽ നിന്നാണ് 1 കോടി രൂപ ചുമ്മാ പറഞ്ഞിട്ടുണ്ട് കടം മേടിച്ചെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഞാൻ മഹാപലിശക്കാരനാണ്. ഓരോ മാസം അടച്ചില്ലെങ്കിൽ അത് 1.25 കോടിയായി 1.5 കോടിയായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ടോബി പാസ്റ്ററിന് ഇത് കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്നോടൊന്ന് പറഞ്ഞു, ശശികുമാർ ബ്രദർ ഭയങ്കര ആത്മാഭിമാനമുള്ളതാണ്, ഞാൻ കാശ് കൊടുത്ത് മേടിക്കില്ല, അതുകൊണ്ട് ചേസ് ബ്രദറെ ഇതാണ് പുള്ളി അടയ്ക്കേണ്ട 1 കോടി രൂപ, അതിൻ്റെ പലിശ 1/2 കോടി രൂപ എല്ലാം ചേർത്ത് ഞാനിതാ ക്ലിയർ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം ശശികുമാർ ബ്രദർ ഇത് അറിയുന്നില്ല. പുള്ളി ഇങ്ങനെ 1.5 കോടി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് വിരിക്കുമ്പോഴാണ് വഴിയിൽ വെച്ച് ടോയ് പാസ്റ്റർ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം പുള്ളി ടോയ് പാസ്റ്റർ ബാ കയറ് എന്ന് പറഞ്ഞു, ചായ കുടി, 1.5 കോടി പിന്നെ തരാൻ കേട്ടോ. അതൊക്കെ ഓൾറെഡി തന്നു, പിന്നെ ചോദിക്കാൻ പറ്റുമോ? ശശികുമാർ ബ്രദറിനോട് ചോദിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോൾ യേശുക്രിസ്തു മരിച്ചപ്പോൾ എല്ലാവരുടെയും പാപങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവർ മരിച്ച് ചെല്ലുമ്പോൾ ചോദിക്കാൻ പറ്റത്തില്ല, കാരണം അവരുടെ പാപം ക്ലിയർ ആക്കിയില്ലേ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് പറയേണ്ടി വരും? ഒരു പ്രാവശ്യം യേശുക്രിസ്തു ഫൈൻ അടച്ചു, മറ്റേ പ്രാവശ്യം ഇനി നമ്മളും കൂടെ ചെന്ന് ഫൈൻ അടയ്ക്കണമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തുള്ള എല്ലാവരുടെയും പാപങ്ങൾ തീർന്നിട്ടില്ല. എല്ലാവരുടെയും പാപങ്ങൾ അവിടെ വിശ്വസിക്കുമായിരുന്നു തീരുമായിരുന്നു, പക്ഷെ തീർന്നില്ല. വിശ്വസിക്കുന്നവരുടെ മാത്രം പാപങ്ങളാണ്
ആര് വിശ്വസിക്കുമോ അവരുടെ പാപങ്ങൾ മാത്രമല്ലേ തീർന്നുള്ളൂ. ആണോ? ആ, അങ്ങനെയല്ല. ലോകത്തിലുള്ള സകലരുടെയും പാപം തീർന്നു എന്ന് പറയുന്നവരാണ് നമ്മൾ യൂണിവേഴ്സലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ആദ്യം കൃപ ഹൈപ്പർ ഗ്രേസ് തുടങ്ങി സജിത്ത് കണ്ണുനീർ, പിന്നീട് യൂണിവേഴ്സലിസ്റ്റായി മാറുമായിരുന്നു. അവരെല്ലാവരും യൂണിവേഴ്സലിസ്റ്റായിട്ട് മാറി. അതായത് അവസാനം എല്ലാവരെയും കൃപയോടെ ദൈവം രക്ഷിച്ച്, പാപിയായാലും കുഴപ്പമില്ല, വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കർത്താവ് ഒരു പ്രത്യേക ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ മാത്രമേ അപ്പുറത്ത് കിടക്കുകയുള്ളൂ. ആ ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കും നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ മഹാപുരോഹിത പ്രാർത്ഥന 17-ാം അധ്യായം എന്ന് വായിച്ചേ. 17-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിച്ചേ. 9-ാം വാക്യം. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടി അല്ല. കണ്ടോ? അപ്പം ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടി അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി എത്ര അപേക്ഷിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എത്ര പേരുണ്ട്? നിങ്ങളുടെ പേരുണ്ടോ അതിനകത്ത്? കാണാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയേ, ഉണ്ടോ? നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് വേണ്ടി അതാരം നമുക്ക് എങ്ങനെ അറിയാം? പക്ഷെ അത് കുറച്ചുകൂടെ താട്ട് വായിച്ച് നോക്കുമ്പോൾ പറയാം, അത് ആ 11 ശിഷ്യന്മാരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി 20-ാം വാക്യം വായിച്ചേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ, ഇവർ വചനം പ്രസംഗിക്കുമ്പോൾ എന്നിൽ ആരൊക്കെ വിശ്വസിക്കാനിരിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം ഞാൻ അപേക്ഷിക്കുന്നു. അതിനകത്ത് നമ്മളുണ്ടോ? ഉണ്ടോ? വിശ്വാസം ഉണ്ടോ? അപ്പോൾ നിങ്ങളും ഉണ്ട്. അപ്പോൾ പിതാവിൻ്റെ കയ്യിലേക്ക് ആ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആരൊക്കെയുണ്ട്? അവിടെ എവിടെയോ എൻ്റെ പേരും ഉണ്ട്. ഇവനും വിശ്വസിക്കുന്ന എൻ്റെ ആടാണ്. ആടിൻ്റെ ശബ്ദം ഇടയൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി വരുന്ന ഒരാടാണ്. നമ്പർ 10 മില്യണോ 10 കോടിക്കോ അപ്പുറത്തെ എവിടെയെങ്കിലും ആയിരിക്കും. എൻ്റെ പേരും അതിനകത്തുണ്ട്. ഇത് സഹിതം പിതാവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ടാണ് പറയുന്നത്, ഇവർക്ക് വേണ്ടി ഞാൻ ഇതാ മരിക്കുന്നു, ഇവരെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിക്കണേ. എൻ്റെ നീതിയും വിശുദ്ധിയും തേജസ്സും എല്ലാം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. 19-ാം വാക്യം വായിച്ചു നോക്കി. അവരും സാക്ഷാൽ അവരാരാ? ഈ നമ്മളാ. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. 22-ാം വാക്യം വായിച്ചേ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പറയാണ് ഈ മഹത്വം എന്തിനാ കൊടുത്തതെന്നറിയോ? ആ മഹത്വം കൊടുത്തത് നമ്മൾ ക്രിസ്തുവിൽ ഒന്നായിരിക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് നമ്മൾ എന്തുകൊണ്ടാണ് പല രീതിയിലായിരിക്കുന്നറിയോ? ചിലർക്ക് ചിലരെ കാണുമ്പോൾ ഇഷ്ടമില്ല. കല്യാണം ആലോചിക്കുകയാണെങ്കിൽ അതാത് ജാതിനെ ആലോചിക്കുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഈ മഹത്വം പലതായതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ചിലരുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാം, ആദാമിൻ്റെ സന്തതിയല്ലേ, അതാണ് കുടുംബം. ഓക്കെ, അപ്പം പക്ഷേ അത് നമ്മൾ സമ്മതിക്കില്ല. ഞങ്ങൾ പുരാതന കുടുംബമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് അതിനേക്കാളും പുരാതന കുടുംബമാണ് എൻ്റെ. കാരണം എൻ്റെ വല്യപ്പൂപ്പൻ ആരാ? ആദാം. ഓക്കെ, അപ്പോൾ ഈ ഓരോരോ കുടുംബത്തിനും ഓരോരോ മഹത്വമാണ്. നിങ്ങളുടെ നാട് എവിടെയാണ്? ഞങ്ങളുടെ നാട്, അതായത് ടോയ് പാസ്റ്റർ, എൻ്റെ അപ്പൻ്റെ നാടും ടോയ് പാസ്റ്ററുടെ നാടും ഒന്ന് തന്നെയാണ്. ഒരേ നാട്ടുകാരാണ്, അയൽവക്കക്കാരാണ്. ആ നാട്ടിൽ ടോയ് പാസ്റ്ററിന് അറിയാം. ആരെങ്കിലും വഴി നീ ഏതാടാ? ഞാൻ പറഞ്ഞു ഞാൻ ടോബി. വീട്ടുപേരെന്നാ? എല്ലാവരും ചോദിക്കും. കാരണം എന്നറിയാം, ഇത് എവിടെ നിന്ന് വന്നവനാന്ന് അറിയണം. കാരണം അവിടെ ഒരു വീട്ടുപേര് പറഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അത് വെച്ച് ഓരോ വീടിനും ഓരോ മഹത്വം. അപ്പോൾ ഒരു വീട്ടുപേര് പറയും, അത് ഒരു വലിയ വീട്ടുകാരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മഹത്വം, അവർക്കൊരു മഹത്വം. വിദ്യാഭ്യാസം, അതിനൊരു മഹത്വം. പിന്നെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു, ഹിന്ദു ആണെങ്കിൽ അതിൽ ഏത് വിഭാഗത്തിൽ നിന്ന് വന്നു, അതിനെല്ലാം ഓരോരോ മഹത്വങ്ങളാണ്. അപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ വയ്യ, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ പോലെ കാണാൻ വയ്യ. അപ്പം നുറുക്കും മാത്രം കെട്ടിപ്പിടിക്കും, വേറെ അത് കഴിയുമ്പോൾ മാത്രം ഒരു ബന്ധമില്ല. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഒന്നാക്കാൻ ഞാൻ വേറൊരു പണി പറയാം. എന്താണെന്നറിയാം? ഈ മഹത്വം എല്ലാം പൊട്ടിച്ച് കളയുന്ന വേറൊരു മഹത്വം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നേക്കാം. അതെന്താണ്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കൾ, യേശു ക്രിസ്തുവിനുള്ള മഹത്വം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം പോയി. കുടുംബ മഹത്വം പോയി, പൈസയുടെ മഹത്വം പോയി, വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം പോയി. അപ്പോൾ യേശു ക്രിസ്തു അവൻ്റെ മഹത്വം നമുക്ക് തന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഒരേ മഹത്വമാവും. ശരിയാണോ? അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ആ മഹത്വം ഞാൻ എന്തിനാ കൊടുത്തേക്കെന്ന് എഴുതിയിട്ടുണ്ട്. അവരെല്ലാവരും നാം ഒന്നായിരിക്കുന്നത് പോലെ ഒന്നാകണമെങ്കിൽ അവരെല്ലാവരും ഒരേ മഹത്വമുള്ളവരാകണം. അത് ഉയരത്തിൽ നിന്നുള്ള മഹത്വം ആകുമ്പോഴാണ് നമ്മൾ ഉയരത്തിലെ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. അപ്പോൾ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ആർക്കുള്ളതാണ്? ക്രിസ്തുവിൽ അവകാശികളായി ഉള്ളവർക്ക് ഉള്ളതാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതൊന്നും അല്ലായിരുന്നു. എന്തോ ഈ പഴയ നിയമം വായിക്കുമ്പോൾ
നമുക്കിത് എബ്രഹാമിൻ്റെ ലൈഫ് നോക്കുമ്പോൾ, പഴയ നിയമ വിശുദ്ധന്മാരുടെ, ഇനി മോശയുടെ ലൈഫിലേക്ക് നോക്കുമ്പോഴോ അടുത്ത ലെവൽ ക്രിസ്തുവിൻ്റെ റെവലേഷൻ. അവിടെ ശരിക്ക് ക്രിസ്തുവിൻ്റെ നിന്ന തിരഞ്ഞെടുക്കുന്ന. അപ്പം പ്രോഗ്രസീവായിട്ട് നമ്മൾ ഹാബേൽ തൊട്ട് മുകളിലോട്ട് വായിച്ച് വരുമ്പോൾ, താഴോട്ട് വായിച്ച് വരുമ്പോൾ മോശ എത്തിയപ്പോഴാണ് ക്രിസ്തു. ഇനി അതും പോട്ടെ, യെശയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? യെശയ്യാവിൻ്റെ 6 കഴിഞ്ഞ്, ആ ദർശനം കഴിഞ്ഞ് 7, 8, 9 കഴിഞ്ഞ ദിവസം ഇതെല്ലാം വായിക്കുമ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, മുഴുവൻ മെശിഹായെക്കുറിച്ചാണ് യെശയ്യാ പറയുന്നത് മൊത്തം. 7-ാം അധ്യായത്തിൽ പറയുന്നത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുക. 6-ാം അധ്യായത്തിലെ ദർശനത്തിന് ശേഷം അതുവരെ അവൻ നീതിമാനാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ദൈവത്തെ കണ്ടപ്പോൾ അവന് മനസ്സിലായി, ദൈവത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമല്ല, ഞാൻ പാപിയാണ്. അത് മനസ്സിലാക്കിയ ശേഷമാണ് 7-ാം അധ്യായത്തിൽ പറയാണ്, എന്തോ 7-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. തുടങ്ങി പ്രവചനം. ആ പ്രവചനം കൊടുക്കുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞു, ഇതൊരുത്തരും വിശ്വസിക്കത്തില്ല. ഇത് പറയുന്നിടത്തെല്ലാം ചെവി കേട്ടാലും വിശ്വസിക്കില്ല, കണ്ണ് കണ്ടാലും കാണുകയില്ല, അവരുടെ ഹൃദയം തടിച്ചു പോകും, അവർ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ആരെനിക്കായി പോകും ഇങ്ങനത്തെ ഒരു ദൂത് പറയാൻ? യെശയ്യാ പറഞ്ഞു, ഞാൻ പോവാം, കാരണം എൻ്റെ ക്ലീൻ ആയതാണ്. ഇത് ക്ലീനാക്കുന്ന ഒരു സുവിശേഷം വരുന്നുണ്ട്. സകല ജാതികൾക്കും അവിശ്വസനീയമായ, ഇസ്രായേൽ മക്കൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവചനം വരുന്നുണ്ട്. ആ സന്ദേശവുമായി ഞാൻ പോകാം എന്ന് യെശയ്യാ പറയുമ്പോഴാണ് കർത്താവ് പറയുന്നത്, നീ ചെന്ന് എല്ലാവരുടെയും ചെവി അടച്ചു കളയുക. അല്ലേ, നിങ്ങൾ വായിച്ചിട്ടുണ്ടത്? 53 അല്ല 6-ാം അധ്യായം. അയ്യോ, വായിച്ചിട്ടില്ലെന്നാരും സമ്മതിക്കില്ല, ഓർമ്മയില്ലെന്ന് വല്ല പറയുമായിരിക്കും. നമുക്ക് യെശയ്യാ 6 നമുക്കൊന്ന് നോക്കാം. യെശയ്യാ 6 കൊണ്ട് പഴയ നിയമം ഭയങ്കര പ്രധാനമാണ്. പക്ഷെ നമ്മൾ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ വേണം ഇത് നോക്കാൻ, അല്ലെ നമുക്കൊരു പിടിയും കിട്ടില്ല. 6-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ പറയുകയാണ്, 7-ാം വാക്യം പറയുന്നു, അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. എന്തുവാ? ഒരു തീക്കനൽ. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു പറഞ്ഞു. ഇതൊരു പ്രൊഫറ്റിക്കലാ. ഓക്കെ, അടുത്ത് നോക്കിയേ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണേ എന്ന് പറഞ്ഞു. അപ്പം അടിയനെ അയക്കണേ എന്തിനെക്കുറിച്ച് പറയാനാണെന്നറിയോ? 10-ാം വാക്യം വായിച്ചേ. ആ ആ ആ ആ കണ്ടോ? അപ്പോൾ ഇനി കണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ദൂതാണ് കൊടുത്തു വിടുന്നത്. ഇത് കേൾക്കുന്നവരെല്ലാം എനിക്കായി പോകും എന്ന് ഞാൻ പോവാം. അപ്പോൾ നീ ഈ പണി ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ആർക്കും വിശ്വസിക്കാൻ വയ്യാത്തൊരു ദൂത് കൊടുക്കുക. 7-14 വായിച്ച് നോക്കിയേ. ആ ആ അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് യേശു കർത്താവ് ഈ ബാല്യകാലം മുഴുവൻ എങ്ങനെയാണോ പാപമില്ലാതെ ജീവിക്കുന്നുള്ളതാണ്. അതായത് പാപമില്ലാതെ വന്നവൻ എങ്ങനെയാണോ ഈ സ്നാനക്കുടത്തിലേക്ക് ചെല്ലുന്ന ഈ അജ്ഞാതവാസക്കാലത്ത് കർത്താവ് എങ്ങനെ പരിശുദ്ധനായി ജീവിക്കുന്നതിൻ്റെ താഴെ ഇരിക്കുന്നു. ഇപ്പോൾ യെശയ്യാവിൻ്റെ ആ ഒരു പ്രൊഫസി മൊത്തം ഇനി മുമ്പോട്ട് വരുമ്പോൾ മുഴുവൻ 9-ാം അധ്യായത്തിലുണ്ട്. 9-ന്റെ 6 വായിച്ചു നോക്കിയേ. ആ ആ ആ ഓക്കെ, 8-ലുണ്ട്. 8-18 നമ്മൾ കർത്താവ് എബ്രായ ലേഖനത്തിൽ കോട്ട് ചെയ്യപ്പെടുന്ന ഒരു വാക്യമാണ്. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന എൻ്റെ മക്കളും. ഇത് മുഴുവൻ യെശയ്യാ പ്രവചനം ആ ഒരു ടേണിംഗ് പോയിന്റിന് ശേഷം മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ് യെശയ്യാവിൻ്റെ പ്രവചനത്തിലുള്ളത്. സോ മച്ച് ക്രൈസ്റ്റ്. അപ്പോൾ എല്ലാ വാക്യങ്ങളും, പഴയ നിയമത്തിലെ എല്ലാ വാക്യങ്ങളും യേശു ക്രിസ്തുവിലേക്കാണ് ചൂണ്ടുന്നത്. പക്ഷെ അത് മനസ്സിലാണെങ്കിൽ എബ്രായ ലേഖനവും അതുപോലെ മറ്റ് ലേഖനങ്ങളും നമ്മൾ വായിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരൊറ്റ സന്ദേശം ആ രീതിയിൽ തന്നെ പഠിക്കണം. ഞാനതുകൊണ്ട് ചെറിയൊരു സന്ദേശം മാത്രം നിങ്ങൾ പറഞ്ഞിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. 1-2 വാക്യങ്ങൾ റോമരുടെ 3-ാം അധ്യായത്തിൽ. ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുകയും ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. 3-9 പറയുന്നു, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നുവെന്ന് നാം മുൻപേ തെളിയിച്ചു. അപ്പൊ സകല മനുഷ്യരും ഒരുപോലെ പാപികളാണ്. യഹൂദന്മാരെങ്ങനെ പാപികളായത്? ന്യായപ്രമാണം ലംഘിച്ചാണ് പാപികളായത്. എത്ര പ്രമാണം ലംഘിച്ചപ്പോൾ ഒരാൾ പാപിയാകുന്നത്? ഒരാൾ പാപി എന്ന് വിളിക്കണമെങ്കിൽ എത്ര പ്രമാണം ലംഘിക്കണം? ഒത്തിരി പ്രമാണം ഉണ്ടല്ലോ. പറയാം, ആർക്കെങ്കിലും പറയാം, എത്ര പ്രമാണം ലംഘിച്ചാലാണ് യഹൂദൻ ഒരാളെ പാപി എന്ന് വിളിക്കുന്നത്? ഒറ്റ
ഒരൊറ്റ പ്രമാണം ലംഘിച്ചാൽ മതി. സിസ്റ്റർ പറഞ്ഞ കറക്റ്റാ. അതായത് ഒരു പ്രമാണം ലംഘിച്ചാൽ എല്ലാ പ്രമാണവും ലംഘിച്ചെന്ന കണക്ക്. അങ്ങനെയാണ് യഹൂദൻ പാപിയായത്. യവനൻ പാപിയായത് എങ്ങനെയാ? അല്ലല്ല, യഹൂദൻ പാപിയായത് ന്യായപ്രമാണത്തിലെ ഒരു കൽപ്പന, അതായത് എല്ലാം അനുസരിച്ചിട്ട് ഒരെണ്ണം ലംഘിച്ചാലും അവൻ എല്ലാം ലംഘിച്ചതുപോലെയാ. യവനൻ എങ്ങനെയാ പാപിയായത്? മനസാക്ഷി. അവനുള്ളത് എന്തോ? ന്യായപ്രമാണത്തിന് പോലെ യവനൻ എന്തോ ഉള്ളത്? മനസാക്ഷിയാ. മനസാക്ഷി പറയുന്ന ഏതെങ്കിലും ഒരു പ്രമാണം ലംഘിച്ചപ്പം അവനും പാപിയായി. മനസാക്ഷി പറയാണോ, എടാ അവൻ പാവമല്ലേ, വല്ലതും കൊടുത്തേക്ക്. അഹങ്കാരി കൊടുക്കുന്നില്ല, അപ്പം മനസാക്ഷിക്ക് എതിര് നിന്നു, അവൻ പോക്കായി. ഏതെങ്കിലും ഒരിക്കൽ മനസാക്ഷിക്ക് എതിര് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാപികളായി മാറി. അപ്പം എല്ലാം പോയി. ഇനി 9 വായിച്ചു നോക്കി. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാര് യവനന്മാര് എല്ലാവരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് നമ്മൾ തെളിയിച്ചുവല്ലോ. പിന്നെ അതിന്റെ തെളിവാണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത്. 19 വാക്യം വായിച്ചേ. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യം ആയി തീരേണ്ടതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ന്യായപ്രമാണം ഉള്ളവർ എപ്പോഴും മറ്റുള്ളവർ പറയടാ നന്നാകടാ നന്നാകടാ. കേട്ടിട്ടില്ലേ? യശയാവ് അങ്ങനെയായിരുന്നു. നന്നാകടാ, കാളതൻ്റെ ഉടയവനെ, കഴുതൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, നിങ്ങൾ എൻ്റെ ജനം അറിയുന്നില്ല. ഭയങ്കരമായിരുന്നു, ഭയങ്കര പ്രവചനങ്ങളായിരുന്നു. ആ പഴയ നിയമ പ്രവചനത്തിന് അത് മതിയായിരുന്നു. ഓക്കെ, ഇപ്പം ചില പാസ്റ്റർമാർ സ്റ്റേജിലോട്ട് കയറുന്ന പറയത്തില്ലേ, വിശുദ്ധ ജീവിതം നയിക്ക്, നിങ്ങൾ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാ? വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിൽ പോകും. കേട്ടിട്ടില്ലേ? പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. തിരിച്ചു പുള്ളിയോട് ചോദിച്ചു നോക്കണം, പാസ്റ്റർ സ്വർഗത്തിൽ പോകുമെന്ന്. അന്നേരം പാസ്റ്റർ പറയും ഞാൻ പോകും. അപ്പം ഈ സ്വർഗത്തിൽ പോകാൻ ആരെപ്പോലെ ആയാൽ മതി? കണ്ടോ, നല്ലൊരു പ്രസംഗമായിരുന്നു, അതും വ്യാജമാണ്. കാരണം യേശുക്രിസ്തുവിന് പകരം പുള്ളിയെ പോലെ ആയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ വിശുദ്ധി ആരുടെ വിശുദ്ധിയാ? അപ്പൊ പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴി ഏതാ? അന്ന് ക്രിസ്തു ആയിരുന്നു, ഇന്ന് ഞാൻ. തെറ്റിയോ പൊട്ടിയോ? അപ്പോൾ ഞാനങ്ങനെ വലിയ തകർപ്പൻ പ്രസംഗമൊക്കെ പ്രസംഗിച്ച് നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോയിട്ട് കണ്ണു തുറക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ പാപികളാണ്. അപ്പോൾ എൻ്റെ വായ അടഞ്ഞു. അങ്ങനെയാണ് യഹൂദന്മാരുടെ വാ ദൈവം അടച്ചു കളഞ്ഞത്. അവർ കൈ പിടിച്ചുകൊണ്ടിരുന്ന ന്യായപ്രമാണം വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞപ്പം ഏറ്റവും വലിയ പാപി അവരാ. അങ്ങനെ ഏതു വായോ അടഞ്ഞു. സമാധാനമായിട്ട് മനസ്സിലായോ? സമാധാനമായോ? ആയും തോന്നുന്നില്ല. നോക്കാം അടുത്ത വാക്യം. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിന് തന്നെ. ഓക്കെ, ഇനി അടുത്ത വാക്യം നോക്കി. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഇതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 കഥകൾ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഓക്കെ, ഒന്ന്, ഇതൊരു എക്സാമിനേഷൻ ഹാളാണെന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാവരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് നിങ്ങളുടെ എക്സാമിനർ. നിങ്ങൾക്കറിയാം, ചില എക്സാമിനേഴ്സ് ക്ലാസ്സിലേക്ക് വരുമ്പോഴേ പിള്ളേർക്ക് പേടിയാണ്. കാരണം അയാൾ അവിടെ ഇരുന്നാൽ അയാൾ അനങ്ങുകയില്ല, തിരിയില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആർക്കും എങ്ങോട്ടും നോക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇൻവിജിലേറ്ററാണ്. നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരികയോ, നിങ്ങളുടെ സ്ലീവിനകത്തിരിക്കുന്ന കോപ്പി തുണ്ടുകടലാസ്, ചെരുപ്പിനകത്തിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ നോക്കുകയോ തൊടുകയോ തിരിയോ ചെയ്താൽ ഞാൻ പിടിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ വന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ചു. ടെക്സ്റ്റ് ബുക്ക്, തുണ്ടുകടലാസ് എല്ലാം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും തൊടാൻ പറ്റാത്ത അവസ്ഥ. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഭയങ്കര നീതിമാന്മാരായിട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കുക, എല്ലാം നീതിമാന്മാരാണ്, എല്ലാം ഭയങ്കര നല്ല പിള്ളേരാണ്, അനങ്ങുന്നുമില്ല, തിരിയുന്നുമില്ല. എല്ലാം നീതിമാന്മാരാണോ? അല്ല. നീതിമാന്മാർ എത്ര പേരുണ്ടെന്ന് അറിയാൻ ഒരു പണി ചെയ്താൽ മതി. എക്സാം 1 മണിക്കൂറായപ്പോൾ ഞാൻ പറയാണ്, ഇനി 1 മണിക്കൂറുടെ എക്സാമിനേഷൻ ബാക്കിയുണ്ട്. പക്ഷേ നിങ്ങളോടൊരു ദുഃഖ വാർത്ത എനിക്ക് പറയാനുണ്ട്. ഈ 1 മണിക്കൂറും കൂടെ ഞാനിവിടെ നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം നീതിമാന്മാരായ പിള്ളേരായതുകൊണ്ട് എങ്ങും നോക്കാതെ മര്യാദയ്ക്ക് എക്സാം എഴുതുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡോർ തുറന്ന് വെളിയിലോട്ട് പോയി കഴിയുമ്പോൾ അറിയാം അതിനകത്ത് എത്ര നീതിമാന്മാരുണ്ടായിരുന്നു. എത്ര നീതിമാന്മാർ കാണും? പുസ്തകം എടുക്കാൻ കുറേ പേര് ഓടുന്നു. ആ പേപ്പർ ഇങ്ങോട്ട് താടാന്ന് വേറൊരുത്തും പറയുന്നു. സ്ലീവിനകത്ത് എല്ലാം തുണ്ടുകടലാസ്. അപ്പം തന്നെ അറിയാം ഇവന്മാരെല്ലാം പോകാം. പിന്നെ ന്യായപ്രമാണം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും വെളി വരാതെ അമർത്തി വെച്ചിട്ട് നല്ല പ്രവൃത്തികൾ ഉണ്ടാക്കുന്നു.
സമ്മതിച്ചോ? വേറെ ഉദാഹരണം പറയാം. ഒരു 3 കഥ എന്നല്ലേ ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കഥ, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നിരിക്കട്ടെ. മൂത്ത മകൻ മഹാ തല്ലിപ്പൊളി അനുസരണ ഇല്ലാത്തവനാന്ന് വിചാരിച്ചോ. രണ്ടാമത്തെ മകൻ പാവം, അനുസരിക്കുന്ന ഒരു പാവം പയ്യൻ. ഈ മൂത്ത മോൻ എന്നോട് ഒരു സപ്പം പറഞ്ഞു, ഞാൻ വെളിലോട്ട് പോകുന്ന വഴിക്ക് നീ വീടെല്ലാം അടിച്ചു വാരി ക്ലീൻ ആക്കി ഇട്ടേക്കണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് സൗകര്യമില്ലെന്ന്, ഞാൻ ചെയ്തില്ലെന്ന്. അപ്പം പറഞ്ഞു, നീ ഇത് അനുസരിക്കുവാണെങ്കിൽ നിനക്ക് നല്ലൊരു ചോക്ലേറ്റ് ഞാൻ വാങ്ങിച്ചു തരാം. അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ചോക്ലേറ്റ് ഒന്നും വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ ഈ പണിക്കൊന്നും പോകത്തില്ല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മര്യാദയ്ക്ക് നീ ഇത് അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ വീടിന് പുറത്താക്കുന്നു പറയും. 16 വയസ്സ് പ്രായമുള്ളൂ. അവൻ വിചാരിക്കും, എന്നെ വീടിന് പുറത്താക്കി വിട്ടാൽ ഞാൻ എങ്ങനെ ജീവിക്കും? ആ ശരി, അടിച്ചു വാരിയേക്കാം എന്നും പറഞ്ഞ് അവൻ അത് ക്ലീൻ ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ പറയുന്നു, നീ 2-ാം നില മുഴുവൻ ഇല്ല, പറയുന്നില്ല, ഒന്നും പറയാതെ പോകുന്നു. അപ്പം ഈ രണ്ടാമത്തെ മകൻ ആലോചിക്കുകയാണ്, അവൻ നീതിമാനാണ്. അവൻ ആലോചിക്കും, ഈ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു, ഞാനും എന്തെങ്കിലും ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അവൻ ബാക്കിയുള്ള ഭാഗമെല്ലാം അവൻ ക്ലീൻ ആക്കിയിടുന്നു. 2 പേരും നീതിപ്രവൃത്തി ചെയ്തു. 2 പേരും ന്യായപ്രമാണം നോക്കിക്കഴിഞ്ഞാൽ 2 പേരും ഓക്കെയാണ്, ശരിയല്ലേ? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ നോക്കിക്കഴിഞ്ഞാൽ 2 പേരും ഓക്കെയാണ്. പക്ഷെ അതിനകത്ത് ഒരു നീതിമാനേ ഉള്ളൂ. ആരാ നീതിമാൻ? ആരാ? ഇളയവൻ മാത്രമേ നീതിമാനുള്ളൂ. കാരണം ആ സ്നേഹമാണ് ഒരുത്തിനെ നീതിമാനാക്കുന്നത്, ന്യായപ്രമാണമല്ല. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ പ്രമാണം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രമാണം എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ നീതിപ്രവൃത്തികളും അതായത് ദുഷ്പ്രവൃത്തികളൊന്നും വെളിയിൽ പോകാതെ നമ്മളെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ദശാംശം കൃത്യമായിട്ട് ആൾക്കാർ കൊണ്ട് ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇടുന്നത്? ഈ ബിസിനസ് എങ്ങാനും പൊട്ടുമെന്ന് പേടിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ 100 ഇരട്ടി കിട്ടുമല്ലോ എന്ന് മോഹിച്ച് കൊണ്ടിടുന്നതാണ്. വ്യഭിചാരം ചെയ്യാതിരിക്കുന്ന പിടിച്ചു നിൽക്കുന്ന പല ആൾക്കാരും ഉണ്ട്. എന്തിനാണെന്നറിയാം? നരകത്തിൽ പോകുന്ന പേടിച്ചുകൊണ്ട് മാത്രമാണ്. കർത്താവ് പറയുന്നത്, എങ്ങനെ വേണേലും ജീവിച്ചോളാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കും? അയ്യോ എൻ്റെ ദൈവമേ, അങ്ങനെ. അപ്പം ശരിക്കും നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങളില്ലാതെ, ആരൊന്നും പറയാതെ, പേടിപ്പിക്കാതെ നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചെന്ന് പറയുമ്പം ഈ നീതിമാൻ പറയുന്നത് എന്നാണെന്നറിയോ? കർത്താവ്, എനിക്ക് നിന്നെ മതി, അതാണ് നീതിമാൻ. എനിക്ക് നിൻ്റെ ഹൃദയം കിട്ടിയാൽ മതി, നിന്നെപ്പോലെ ചിന്തിച്ചാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ട. പേടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മോഹിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹൃദയത്തിൻ്റെ പരിവർത്തനമാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്മളെ നീതിമാനാക്കുന്നത്. ഇനി അടുത്ത വാക്യം വായിച്ചു നോക്കിയേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അടുത്ത വാക്യം നോക്കിയേ. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അടുത്ത വാക്യം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, അത് മനുഷ്യരുടെ നീതിയല്ല, പിന്നെ ആരുടെ നീതിയാണ്? ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്ല് പോലുള്ള നമ്മുടെ ഹൃദയങ്ങളെ ആത്മാവ് വന്നിട്ട് ഉരുക്കി വെണ്ണ പോലാക്കി, അല്ലേ, മാംസളമാക്കി മാറ്റിയിട്ട് നമുക്കൊരു പുതിയ സ്വഭാവം തന്ന് കർത്താവ് പറയാണ്, നിന്നെ ഞാൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു, പഴയത് കഴിഞ്ഞുപോയി, നീ നീതിമാനാണ്. അപ്പോൾ നീതീകരണം എവിടെ വരുന്നത്? പഴയ മനുഷ്യനിലല്ല നീതീകരണം വരുന്നത്, വീണ്ടും ജനിച്ച പുതിയ മനുഷ്യനെയാണ് ദൈവം നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നീതി എവിടെ നിന്ന് വരുന്നതാ? നീതി വിശ്വാസത്താൽ വരുന്നതാണ്. അപ്പോൾ ഈ നീതി പ്രവൃത്തിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്നേഹമാണ്. അതായത് 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്നു, ഭയത്താലല്ല, പിന്നെന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. അപ്പോൾ ശരിക്കുമുള്ള നീതി എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? അത് നമ്മുടെ നീതിയല്ല, അത് ക്രിസ്തുവിൻ്റെ നീതിയാണ്, വിശ്വാസത്താൽ വരുന്നതാണ്. ഒറ്റ വാക്യോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ക്രിസ്തുവിൻ്റെ നീതി എന്ന് പറയുന്നത് വിശ്വാസത്താൽ വരുന്നതാണ്. ഈ വിശ്വാസത്തിന് ഒരു മറുവശമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ മറുവശം എന്ന് പറയുന്നത് മാനസാന്തരമാണ്. പഴയ നിയമത്തിലെ മാനസാന്തരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മേലാ ഞാൻ പാപം ചെയ്യൂല കർത്താവേ, അതാണ് പഴയ നിയമത്തിലെ മാനസാന്തരം. പുതിയ നിയമത്തിലെ മാനസാന്തരം എന്താണെന്നറിയോ? ആർക്ക് പറയാം? പുതിയ നിയമത്തിലെ മാനസാന്തരം ഇനി ഞാൻ പാപം ചെയ്യൂല എന്നുള്ളതല്ല, അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാനസാന്തരം, അതല്ല പുതിയ നിയമത്തിലെ മാനസാന്തരം. പുതിയ നിയമത്തിലെ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇനി പാപം ചെയ്യൂല എന്ന് തീരുമാനിച്ചാലും അങ്ങനെ ജീവിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല.
എൻ്റെ പ്രകൃതത്തിൽ തന്നെ പാപമുണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ മാനസാന്തരം എന്ന് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ചു, ഇനി ഞാനില്ല, ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ എന്നെ തന്നെ, ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത പഴയ ജഡത്തെ ഞാൻ മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു, ത്യജിച്ചിരിക്കുന്നു, വിട്ടുകളഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ വിട്ടുകളയലാണ്, മരണത്തിന് ഏൽപ്പിക്കലാണ്, ക്രൂശിക്കുന്നതാണ്, പഴയ ജഡത്തെ ക്രൂശിക്കുന്നതാണ് പുതിയ നിയമ മാനസാന്തരം എന്ന് പറയുന്നത്. ഈ പുതിയ നിയമ മാനസാന്തരം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം വായിച്ചാൽ മതി. അവിടെ പറയുന്നത്, എനിക്കുള്ളതിനെ എല്ലാം ഞാൻ വിട്ടു, നല്ലതിനെ ചീത്തയും, ഐ ഡൈഡ്, ഞാൻ അവൻ്റെ മരണത്തിൽ പങ്കാളിയായി മാറി. ഞാൻ ഇനിയില്ല, എൻ്റെ നന്മയുമില്ല തിന്മയുമില്ല, പിന്നെ ആരേ ഉള്ളൂ? ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ ഫെയ്ത്ത് ലൈഫാണ് പുതിയ. അപ്പോൾ ഫെയ്ത്ത് എന്തുമാത്രം നിങ്ങൾക്കുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് എന്തും ഉണ്ടാകും? മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം എത്രയുണ്ടോ അത്രയും മാത്രമേ വിശ്വസിക്കാനും സാധിക്കുള്ളൂ. അല്ല എനിക്കൊന്നും വേണ്ട എന്ന് ഞാൻ എൻ്റെ കിരീടത്തിൽ, സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കർത്താവിന് ആ സിംഹാസനം ഞാൻ നൽകുന്നത് എൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ. ലോർഡ്, ഇറ്റ് ഈസ് യുവർ ലൈഫ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ആരുടെ ജീവിതമാണ്? ആരുടെ ജീവിതമാണ്? നമ്മൾ കാഴ്ചയാൽ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതമാണ്. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതമല്ല, ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പാപത്തെ ജയിക്കുന്നത് നമ്മുടെ ജീവിതമല്ല, നമുക്ക് പകരം ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ പാപത്തിന് ജയിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ കരുണയുണ്ടാകുന്നതും സ്നേഹം ഉണ്ടാകുന്നതും അതെല്ലാം ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 3:17 പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. ഓക്കെ, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പം. അപ്പോൾ ഒരാളുടെ കരുണ കാണിക്കണം, മര്യാദ കരുണ കാണിച്ചില്ലെങ്കിൽ നിന്നെ നരകത്തിലൂടെന്ന് പറഞ്ഞാൽ നമുക്ക് കരുണ കാണിക്കാൻ പറ്റുമോ? ആരെങ്കിലും വന്നിട്ട് മര്യാദയ്ക്ക് എന്നെ നീ സ്നേഹിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു ശരിയാക്കുമെന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പോൾ ആത്മാവിൽ നിന്നുണ്ടാകണം അതല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളനുസരിക്കുന്നതല്ല, നമ്മുടെ പുതിയ ആ സ്വഭാവ മാറ്റം കാരണം നമ്മൾ മാറിപ്പോകുന്നതാണ്, നമ്മുടെ ഇഷ്ടങ്ങൾ മാറുന്നതാണ്. നമുക്ക് ആ പഴയ ഇഷ്ടങ്ങൾ ഇപ്പോൾ ഇല്ല, ഐ ഡൈഡ്. അപ്പോൾ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ നമ്മൾ പറയാണ്, ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നത്, ആ പഴയ മനുഷ്യൻ മരിച്ചുപോയി. ഈ കൺഫെഷനാണ് പുതിയ നീതി, പുതിയ നിയമം, പുതിയ വിശ്വാസം. ഓക്കെ, അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഓരോ സമയത്തും ക്രിസ്തു മാത്രം നമ്മളിൽ വസിക്കത്തക്ക രീതിയിൽ നമ്മുടെ പഴയ ജഡം, ഈ പഴയ ജഡം മരിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങളെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ പിന്നെ അതൊരു കൺഫ്യൂഷൻ. 1 മിനിറ്റിൽ 2 മിനിറ്റിൽ ഞാൻ നിർത്തിയേക്കാം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ. അപ്പം നിങ്ങളെല്ലാവരും കസേരയിൽ ഇരിക്കുകയാണ്, എല്ലാവരും ഇരിക്കുകയാണ്. അവിടെ ഒരാൾ മാത്രമേ നിൽക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും ഇരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ്, ഓക്കെ പാസ്റ്റർ പറഞ്ഞതല്ലേ, ശരി, ഇപ്പം ഞാൻ മരിച്ചു. ഈ കസേരയിൽ നിങ്ങൾക്ക് ഒരിക്കലും മരിക്കാൻ പറ്റില്ല. അങ്ങനെ കസേരയിൽ ഇരുന്ന് മരിക്കാൻ ബൈബിൾ പറഞ്ഞിട്ടുമില്ല. ബൈബിളിൽ എങ്ങനെ മരിക്കാനാണ് പറഞ്ഞേക്കുന്നത്? ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്രസംഗം കേട്ട ഉടനെ, ഇപ്പം ഞാൻ പ്രസംഗം കഴിഞ്ഞ അവസാനം നിങ്ങളെല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഇപ്പം നമുക്ക് മരിച്ചു എന്നും പറഞ്ഞ് കാണിച്ചാൽ അങ്ങനെയൊന്നും മരിക്കില്ല. കാരണം മരിക്കാൻ കസേര പോരാ, പിന്നെ എന്ത് വേണം? ക്രൂശ് വേണം. ഈ ക്രൂശ് എവിടെ കിട്ടും? ക്രൂശ് കിട്ടിയിട്ടും കാര്യമില്ല. ക്രൂശ് നമുക്ക് ഈ ലോകത്ത് നമുക്ക് തന്നെ മരിക്കാൻ പറ്റാത്ത ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ക്രൂശേ ഉള്ളൂ. തോക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ടക്ക് അപ്പോൾ തന്നെ തീരും. കത്തിയാണെങ്കിൽ നല്ല മർമ്മം നോക്കി ഒരൊറ്റ കുത്തിയാൽ നമ്മൾ തീരും. പക്ഷേ ക്രൂശിൽ ഒരിക്കലും നമുക്ക് സ്വയം മരിക്കാൻ പറ്റില്ല. വിഷമടിച്ച് മരിക്കാൻ നമ്മൾ തന്നെ മതി. കിണറ്റിച്ച നിങ്ങളൊന്നും ആലോചിച്ചില്ല. പക്ഷേ ക്രൂശ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിന് മാത്രം നമ്മൾ ഹെൽപ്ലെസ് ആക്കിയാൽ നമുക്ക് മരിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലണം. അതാണ്, നീ നിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. എന്താണെന്നറിയോ? ഈ ക്രൂശിൻ്റെ പ്രത്യേകത, ആ ക്രൂശിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ കൂടെ മരിക്കാൻ പറ്റുള്ളൂ. ഈ ക്രൂശ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. നമുക്ക് നേരിടാൻ പറ്റാത്ത ഒരു വിഷയം വരുമ്പോഴാണ് ഈ ക്രൂശ് എന്ന് തന്നെ പറയുന്നത്. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരാൾ, എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ഒരാൾ, എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ. ഒരുപക്ഷെ നിങ്ങൾ സഭയിൽ അടുത്തിരിപ്പുണ്ടായിരിക്കും, ഒരുപക്ഷെ വീട്ടിൽ തന്നെ ആയിരിക്കും, ഒരുപക്ഷെ അയൽവക്കത്തായിരിക്കും. എന്തെങ്കിലും വേസ്റ്റ് കൊണ്ടുവന്ന് നിങ്ങളുടെ പറമ്പിലോട്ട് ഇടുമായിരിക്കും. എല്ലാ ദിവസവും ഇത് കാണുമ്പം പറ്റുന്നില്ല, മരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ വീടിൻ്റെ അയൽവക്കത്തെ ആൾക്കാർ എപ്പോഴും അവരുടെ വേസ്റ്റ് എല്ലാം കൂടെ നിങ്ങൾ നോക്കി സൂത്രത്തിരിക്കും നിങ്ങളുടെ പറമ്പിലോട്ട് ഇടുകയെന്ന് വിചാരിച്ചു. ആദ്യ ദിവസം കണ്ടു, രണ്ടാമത്തെ ദിവസം നിങ്ങൾ വിൻഡോയിലോട്ട് നോക്കി, മൂന്നാമത്തെ ദിവസം നോക്കി, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പക വരുക. അപ്പോൾ ക്രൂശ്, ഈ പക വരുന്നതിന് പകരം ക്രൂശ് കാണണം. ആരാ ക്രൂശ്? ആ ഇടുന്ന ആളാണ് നിങ്ങളുടെ ക്രൂശ്. അങ്ങോട്ട് നോക്കിയിട്ട് പറയാം, ഞാൻ മരിച്ചു. ഈ ക്രൂശ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
കർത്താവ് എല്ലാ ദിവസവും നമുക്ക് ഈ ക്രൂശ് ആവശ്യത്തിന് തരുന്നുണ്ട്, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. അവിടെ എല്ലാം മരിച്ചാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ബിസിനസ്സിനകത്ത് ഒത്തിരി ക്രൂശിൻ്റെ ബഹളമാണ്, അവിടെയാണ് ഈ മരിക്കുന്നത്, അന്നേരമാണ് ഈ പാട്ട് വരുന്നത്. അതുപോലെ നമ്മുടെ എല്ലാ ലൈഫിൽ നല്ല ഒന്നാന്തരം ക്രൂശുകൾ കർത്താവ് വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെ വെളിയിൽ നിന്നുള്ള ക്രൂശ് എടുക്കാത്തവർക്ക് ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ ഒക്കെ രൂപത്തിൽ ക്രൂശ്. അപ്പോൾ അവിടെ ആ ആളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ക്രൂശ് നമുക്ക് അനുഭവം. ക്രൂശ്, ഞാൻ മരിക്കാൻ സമയമായി, എനിക്ക് മരിക്കാൻ സമയം, ഐ ഡൈഡ്, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ. മനസ്സിലായത്? ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇനി നമ്മൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ മനുഷ്യൻ അന്ന് പറഞ്ഞു പോയ ഒരു ഊടുപാട ക്രൂശാണല്ലോ എൻ്റെ കർത്താവ്. ഇവിടെ എല്ലാം മരിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഈ ക്രൂശിൽ മരിച്ച് ക്രിസ്തുവിൻ്റെ ജീവൻ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ശക്തിയുള്ളവരായിട്ട് മാറും. അതാണ് പഴയത് ഒഴിഞ്ഞു പോകുമ്പോൾ ആ പുതിയതിൻ്റെ രാജത്വം, ദൈവത്തിൻ്റെ രാജത്വം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? ഇത് മാത്രമാണ് ജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സീക്രട്ട്. ഡൈ വിത്ത് ഹിം, അവനോടുകൂടെ മരിച്ച് അവൻ്റെ കൂടെ പുനരുത്ഥാനം പ്രാപിക്കുക. അത്രയേ ഉള്ളൂ. ഇതാണ് എല്ലാ സമയത്തും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി. ഓക്കെ, അതുകൊണ്ടാണ് ക്രിസ്തു മാത്രമാണ് വഴി എന്ന് പറയുന്നത്. അവൻ തന്നെയാണ് ജീവനും. വേറൊരു ജീവനിലും രക്ഷയില്ല, വേറൊരു വഴിയിലും രക്ഷയില്ല. ഒരു പാസ്റ്ററുടെ വിശുദ്ധി കൊണ്ടും കാര്യമില്ല, ഒരു സഭയുടെ വിശുദ്ധി കൊണ്ടും കാര്യമില്ല. ക്രിസ്തു അല്ലാതെ വേറൊരു രക്ഷാമാർഗമോ വിശുദ്ധീകരണമോ നീതീകരണമോ നമുക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കാം.